അങ്ങനെ നമ്മുടെ രാധികമ്മ വരുണിൻ്റെ അടുത്തൊരു പേടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അനാർക്കലി നമ്മുടെ അറയ്ക്കൽ കുടുംബത്തിൽ സ്ഥിര താമസമാക്കി കഴിഞ്ഞു. അപ്പോൾ രഞ്ജു വന്നിട്ട് നമ്മുടെ അനാർക്കലിയോട് പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് എനിക്ക് പറ്റുന്നില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രഞ്ജു നമ്മുടെ അനാർക്കലി അവിടെ നിന്നും പറഞ്ഞുവിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അനാർക്കലി ഭയങ്കര കൂളായിട്ട് അവിടെ ഇരിക്കുക, രഞ്ജു പറയുന്നതൊന്നും കേൾക്കാതെ കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു രംഗം തന്നെയാണ് പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സർജറിയൊക്കെ കഴിഞ്ഞ് പക്ഷേ പ്രിയയെ ആ ഒരു പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഡോക്ടേഴ്സിന് സാധിച്ചില്ല. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. ആ ഒരു കോമ സ്റ്റേജിൽ കിടക്കുന്ന പ്രിയയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു രംഗം കണ്ട് ആ ഒരു പ്രിയയുടെ ആ ഒരു ജീവശവമായി കിടക്കുന്നത് കണ്ട് നമ്മുടെ ഗോവിന്ദും ഗീതവും പൊട്ടിക്കരയുന്ന നിമിഷങ്ങളാട്ടോ പ്രേക്ഷകരെ നമുക്ക് പ്രൊമോയ്ക്കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ പ്രിയയെ തിരിച്ച് ആ ഒരു പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഗീതുവിനെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ. കൂട്ടുകാരെ, ഗീതാ ഗോവിന്ദം ഇത് നമ്മുടെ രാധികാമ്മയുടെ കൊടും ചതി പുറത്താകുന്ന നിമിഷങ്ങളോ? അതേ പ്രേക്ഷകർ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയയുടെ കുഞ്ഞിനെ ഒരു ഓപ്പറേഷനിലൂടെ സിസേറിയനിലൂടെ പുറത്തെടുത്ത് നമ്മുടെ ആൾക്കാരെയൊക്കെ കാണിച്ചിട്ട്, അതായത് നമ്മുടെ ബന്ധുവിനെയൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ഗോവിന്ദും എല്ലാവരും കണ്ടതിന് ശേഷം NSCയിലേക്ക് മാറ്റുന്നൊരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയിൽ ആദ്യം കാണുവാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ രാധികാമ്മ ഇപ്പോഴും കട്ടക്കലിപ്പിലാട്ടോ. ആ ഒരു കുഞ്ഞിനോട് പോലും, ആ ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിടാത്തൊരു കലി തന്നെ ആട്ടോ. ആ ഒരു കുഞ്ഞ് നമ്മുടെ വിനോദിൻ്റെ ആയി പോയത് കൊണ്ട് ആ ഒരു കുഞ്ഞിനെ പോലും വെറുക്കുന്ന രാധികാമ്മയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശേഷം വരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അയ്യപ്പേട്ടൻ ഇപ്പോഴും ഞാനന്ന് ചെയ്തത് ആ ഒരു ക്രൂരത ഞാനാണ് ചെയ്തതെന്ന് അറിയില്ല, അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ ഇവിടെ നിന്നും ഇറങ്ങേണ്ട ഒരു സ്ഥിതി തന്നെ വരും എന്ന് നമ്മുടെ രാധികാമ്മ വരുണിൻ്റെ അടുത്ത് ഒരു പേടി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.